എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് ആൻഡ് കറന്റ് ഇമോഷൻസ് എന്താണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളോട് പറയാനുള്ള സോൾ മെസ്സേജസ് എന്താണ്, നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സൺ അവർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്നുണ്ട്, ഇവരുടെ ലൈഫിൽ എത്രമാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്, ഫസ്റ്റ് തന്നെ സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഡിവൈൻ ടൈമിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ന്യൂ ലവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യു ആർ വർത്തി ഓഫ് ലവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് സോൾമേറ്റ് എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, അതായത് ഓവറോൾ എനർജി സോൾമേറ്റ് എന്നുള്ളൊരു കാർഡ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നതിനെ കാണിക്കുന്ന കാർഡാണ്. ഓക്കെ, അതായത് രണ്ടുപേരുടെയും സോൾസ് എപ്പോഴും കണക്റ്റഡ് ആണ്. നിങ്ങൾ ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ട്. മനസ്സിലുള്ള ആ ഒരു ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിനെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. ഒരാളുടെ ആ ഒരു ഫീലിംഗ്, ആ ഒരു ട്രൂ ആയിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനെ പോലും അറിയാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സോൾസിന് ഒരിക്കലും ഒരു അകലം പ്രശ്നമല്ല. മേ ബി നിങ്ങൾ എത്ര അകലത്തിലാണ് ഫിസിക്കലി, ഇമോഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം കാരണം നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് കാലത്തേക്ക് അകന്നു മാറി നിൽക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്താണ് എങ്കിലും സോൾസ് എപ്പോഴും യൂണിയനിലാണ്. ഒരാളുടെ സോൾമേറ്റ് ആണ് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ വ്യക്തിയുടെ ചിന്തകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തിക്കും അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അകലത്തിലാണ്, നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ ഈ വ്യക്തിയും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാണാനും നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരാനും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കോൺട്രാക്റ്റിനെ അല്ലെങ്കിൽ സോൾ കണക്ഷനെ കാണിക്കുന്ന കാർഡാണ്. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും നിങ്ങൾക്ക് ഉണ്ടാകാം. അത്രയും നിങ്ങൾ രണ്ടുപേരും ഒരാളുടെ തന്നെ ഒരു മിറർ സെൽഫ് അല്ലെങ്കിൽ ഒരാളുടെ തന്നെ ഒരു പ്രതിച്ഛായയാണ് മറ്റൊരു വ്യക്തി എന്ന തരത്തിൽ അത്രമാത്രം നിങ്ങളുടെ സോൾസ് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ചും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നത്, ഫീല് ചെയ്യുന്നത്. അകലത്തിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെപ്പറേഷനിലാണ്, എന്തെങ്കിലും ഫൈറ്റ്സ് ഒക്കെ നടന്നിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണ്, പിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ പരസ്പരം ഫീല് ചെയ്യുന്നുണ്ട്, പരസ്പരം ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ, കോണ്ടാക്റ്റിൽ വരാൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ഈ വ്യക്തി നിങ്ങളെ ഇവരുടെ സോൾമേറ്റ് ആണ് എന്ന് കരുതുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നെക്സ്റ്റ് നോക്കൂ, സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാർഡാണ്. സോ സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനി ഫ്യൂച്ചർ ഉണ്ടാകുമോ, ഇനി ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ, കോണ്ടാക്ട് ചെയ്യില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയോ, അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു വരുന്നു. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ പേഴ്സന്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതോ, അല്ലെങ്കിൽ മേ ബി ഈ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ കരിയർ സ്റ്റെബിലിറ്റി അല്ലാത്ത അവസ്ഥ, അങ്ങനെ എന്ത് സിറ്റുവേഷൻ ആണ് അൺസ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വന്ന് നിൽക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ ചില ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ
വ്യക്തിയെങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസിഷൻ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം. വളരെ മെച്ചുവേർഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ സോൾമേറ്റ് ആണ്. നിങ്ങൾ അകലം പാലിക്കും തോറും അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം മാറി നിൽക്കും തോറും ഈ വ്യക്തിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ നേരിടേണ്ടി വരുന്നു. വളരെയധികം പെയിൻ അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് ഈ വ്യക്തി പോകുന്നു. ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഈ വ്യക്തിക്ക് മാത്രമല്ല നിങ്ങൾക്കും രണ്ടുപേർക്കും പരസ്പരം കാണാതിരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് മാറി നിൽക്കാനോ സാധ്യമല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഡിവൈൻ ടൈമിംഗ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഡിവൈൻ ടൈമിംഗ് അറൈവൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. ഒരു യൂണിയന്റെ ഒരു ടൈമിംഗ് അല്ലെങ്കിൽ റീയൂണിയൻ, റീകണക്ഷന്റെ ടൈമിംഗ് ഈശ്വരനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് നൽകുന്നുണ്ട്. ഈ വ്യക്തി ഹീൽഡ് ആക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ പരസ്പരം മാറി നിൽക്കുകയാണ്. പരസ്പരം നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. മേ ബി ഒരുപാട് ആളുകളുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരുപാട് ടോക്സിസിറ്റിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഡിവൈൻ ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗ് ആണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മേ ബി ഫാമിലി എന്ന് പറയും, സൊസൈറ്റി എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒക്കെ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ മടി കാണിച്ചിരുന്നു. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ മടി കാണിച്ചിരുന്നു. മേ ബി ഈ വ്യക്തി പോലും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി ഈശ്വരന്റെ ആ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം ഫെയ്ത്ത്ഫുള്ളി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ടുഗദർനെസ്സിനെ ആഗ്രഹിച്ചിട്ടുണ്ട്, റീയൂണിയനെ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യം, ആ ഒരു പേഴ്സന്റെ മാറ്റമായിരിക്കാം. നിങ്ങളുടെ വ്യക്തി ഹീൽഡ് ആയിട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ടുഗദർനെസ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, റീയൂണിയൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും, ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, കരിയർ ആണ്, അല്ലെങ്കിൽ ഫാമിലി ആണ്, അങ്ങനെ എന്ത് കാര്യമാണ് എങ്കിലും അതെല്ലാം ശരിയായി വരാൻ പോകുന്നു. ഡിവൈൻ ടൈമിംഗ് വരാൻ പോകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ടുഗദർനെസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ. അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തി അൺസ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, ഇമ്മച്ചുവേർഡ് അവസ്ഥകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കൂ, വളരെയധികം റിലാക്സ് ആയി അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ചെയ്യണം. ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്ത് റിലീസ് ചെയ്ത് പ്രോബ്ലംസിനെയും അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺഫ്യൂഷൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിലൊന്നും ഇനി ആ ഒരു നെഗറ്റീവ് ചിന്തകളൊന്നും കൊണ്ടുവരാതെ അല്ലെങ്കിൽ വഴക്കുകളൊന്നും കൊണ്ടുവരാതെ മറ്റുള്ള ആളുകളെ കൂടുതൽ വിശ്വാസത്തോടെ എടുത്ത് അവരുടെ വാക്കുകളെ കൂടുതൽ വിശ്വസിച്ച് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വളരെയധികം റിലാക്സ് ആയിട്ട് മനസ്സിനെ വളരെ ശാന്തമാക്കി ഹീൽഡ് മൈൻഡോട് കൂടി, ഓക്കെ, മേ ബി ഡെഫിനറ്റ്ലി ഈ വ്യക്തിയിൽ ഹീലിംഗ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. വളരെയധികം റിലാക്സ് ആകണം, വളരെയധികം റിലാക്സ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ടേക്ക് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി പോകണം. നിങ്ങളുമായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ വീണ്ടും പറഞ്ഞ് അതിനെ തന്നെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കാതെ അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് പുതിയൊരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ന്യൂ ലവ്. കണ്ടോ, വീണ്ടും പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു ലവ് എനർജിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറുന്നുണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇനി നിങ്ങളുടെ ലൈഫിനെ
ബാധിക്കില്ല അല്ലെങ്കിൽ ബാധിക്കരുത്, ഇതുവരെ എല്ലാ പ്രോബ്ലംസും എന്ത് തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അതിനെയൊക്കെ മാറ്റി അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മേ ബി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ്, അതായത് പുതിയ ഒരു സ്ട്രാറ്റജിയോട് കൂടി, പുതിയ പ്ലാൻസോട് കൂടി, ന്യൂ ഡിസിഷനോട് കൂടി, അത് വളരെ സ്റ്റേബിൾ ആയിരിക്കും, വളരെയധികം സ്റ്റെബിലിറ്റി, വളരെയധികം ഒരു ഉറച്ച തീരുമാനം, സ്ട്രെങ്ത്, വളരെയധികം ധൈര്യത്തോടെ അല്ലെങ്കിൽ വളരെയധികം കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടി നിങ്ങളിലേക്ക് വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ന്യൂ ലവ് ആണ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇനി വേണ്ട, ഒരു ന്യൂ ലവ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് യു ആർ വർത്തി ഓഫ് ലവ്. അതായത് നിങ്ങളെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് തഴഞ്ഞൊരു വ്യക്തിയായിരുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിച്ച ഒരു പേഴ്സൺ ആയിരുന്നു, റിജക്റ്റ് ചെയ്ത ഒരു പേഴ്സൺ ആയിരുന്നു, മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു. ഈ പേഴ്സൺ ഒരുപാട് ചില നെഗറ്റീവ് ഇൻഫ്ലുവൻസസിലോ അല്ലെങ്കിൽ ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഈ പേഴ്സൺ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വർത്തും തരാതെ, ഒരു തരത്തിലുള്ള അംഗീകാരവും തരാതെ, അക്സെപ്റ്റൻസും തരാതെ ഈ പേഴ്സൺ മുന്നോട്ട് പോയിട്ടുണ്ട്, നിങ്ങളെ വിട്ടിട്ട് മുന്നോട്ടേക്ക് പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ പ്രണയത്തിനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വർത്തിനെ മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഈ പേഴ്സൺ, എത്രമാത്രം പ്രണയിച്ചിരുന്നു, എത്രമാത്രം ആത്മാർത്ഥമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന്. നിങ്ങളുടെ ആ ഒരു ചിന്താഗതികളെ എത്രമാത്രം ഈ വ്യക്തി ഒരു സമയത്ത് കാണാതെ പോയി, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യാതെ പോയി, അതിലൊക്കെ വളരെയധികം ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചിന്തകൾ ഒരുപാട് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്, I can't move on from you. Okay, so definitely ഈ പേഴ്സണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാൻ സാധിക്കില്ല. ഓക്കെ, ഇനി എന്ത് പ്രോബ്ലംസ് ഉണ്ട്, എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, ഇനി എത്രമാത്രം നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, മറ്റേതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിൽ വന്ന് തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി ആയിട്ടുണ്ട് എങ്കിലും, ഇനി നിങ്ങൾ രണ്ടുപേരും ഫിസിക്കലി ഒരുപാട് അകലത്തിലാണ് എങ്കിൽ പോലും, ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ പോലും ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ കുഡ് നെവർ ഫോർഗെറ്റ് അബൌട്ട് യു. അതായത് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ നിങ്ങളെ മറന്നുകൊണ്ട് ഈ വ്യക്തിക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഒരുപാട് കാലത്തേക്ക് നിങ്ങളെ മറന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വേർപെട്ട് ഈ വ്യക്തിക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. നിങ്ങളെ മറക്കാൻ ഈ പേഴ്സൺ ആകുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വീണ്ടും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓൾ ഐ റിയലി വാണ്ട് ഈസ് ടു സീ യു അഗെയിൻ. ഈ പേഴ്സൺ പറയുന്നു, നോക്കൂ, ഈ പേഴ്സണ് ആകെ നിങ്ങളെ ഒന്ന് കണ്ടാലെങ്കിലും മതി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലെങ്കിലും മതി, അത്രമാത്രം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ക്രേവ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ അത്രമാത്രം ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഈ പേഴ്സൺ വീണ്ടും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുകയാണ്, ഒന്ന് നിങ്ങളെ കണ്ടാൽ മതി, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർത്ത് നിങ്ങളെ വീണ്ടും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം. അത് മാത്രമാണ് ഇപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലുള്ളത്. ഒരിക്കലും നിങ്ങളെ വിട്ടുകൊണ്ട്, നിങ്ങളെ മറന്നുകൊണ്ട് ഈ പേഴ്സണ് ജീവിക്കാൻ സാധ്യമല്ല. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാസ് തിങ്കിങ് ഓഫ് യു ലാസ്റ്റ് നൈറ്റ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് തലേന്ന് രാത്രി പോലും, അല്ലെങ്കിൽ ഈ പേഴ്സൺ അത്രമാത്രം രാത്രികളിൽ പോലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ്. ഒരുപാട് ഡീപ്പായിട്ട് തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തെ ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് എങ്ങനെ തിരുത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് യു ഹിയർ നെക്സ്റ്റ് ടു മീ. കണ്ടോ, നിങ്ങളെ ഇവരുടെ അടുത്ത് തന്നെ വേണം. നിങ്ങളുമായിട്ടുള്ള അകലം ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ടുഗദർനെസ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഇവരുടെ ലൈഫിലേക്ക് തിരികെ വരണം. റിലേഷൻഷിപ്പിന്റെ ഒരു ന്യൂ സ്റ്റാർട്ടിങ്, ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു മേക്ക് തിങ്സ് റൈറ്റ്. അതായത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങിന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടന്നു പോകണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പറഞ്ഞു തീർക്കണം. ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെയും നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നല്ലൊരു ന്യൂ സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഹാവ് ബീൻ ഡ്രീമിങ് ഓഫ് യു. കണ്ടോ, ഡ്രീംസ് ആയിട്ട് പോലും, അല്ലെങ്കിൽ തീവ്രമായിട്ട് അത്രത്തോളം നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഡ്രീംസ് ആയിട്ട് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഇവരുടെ മനസ്സിൽ വരുന്നത്. ഇവർ നിങ്ങളെ കുറിച്ച് ഡ്രീം ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, പല രീതിയിലുള്ള ഇൻറ്റ്യൂഷൻസ്. എത്രമാത്രം നിങ്ങൾ രണ്ടുപേരും ഇൻവോൾവ് ആകണം, അല്ലെങ്കിൽ രണ്ടുപേരും സോൾമേറ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം മാറി നിൽക്കരുത് എന്നുള്ള ഒരു തോട്ട് പോലും ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു ഡ്രീം ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ റിയലി ഹാവ് നോട്ട് ബീൻ ഹാപ്പി വിത്തൗട്ട് യു. അതായത് നിങ്ങളില്ലാതെ ഈ വ്യക്തി ഒരിക്കലും സന്തോഷിക്കാൻ, ഈ വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധ്യമല്ല. ഒരിക്കലും പൂർണ്ണ തോതിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ, സംതൃപ്തി അനുഭവിക്കാൻ, അല്ലെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ മേ ബി ഈ വ്യക്തിയെ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം, കാണിക്കാനായിട്ടൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടാകാം. പക്ഷേ പുറമേ ഉള്ള ഒരു ഹാപ്പിനെസ് അല്ലാതെ മനസ്സുകൊണ്ട് ഈ വ്യക്തി ഒരിക്കലും സന്തോഷിക്കുന്നില്ല. ഒരിക്കലും സന്തോഷിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു റീഗെയിൻ യുവർ ട്രസ്റ്റ്. ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടാകാം. തേർഡ് പാർട്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വൈസ് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് പോയ വ്യക്തിയാണ്. വിശ്വാസത്തെ വെച്ച് പുലർത്തിയ ഒരു പേഴ്സൺ അല്ല എങ്കിൽ പോലും ഈ വ്യക്തി അതെല്ലാം വീണ്ടെടുക്കണം. ആ ഒരു ട്രസ്റ്റ്, നഷ്ടപ്പെട്ടു പോയ ഒരു ട്രസ്റ്റിനെയും നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തെയും വീണ്ടെടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് വളരെ വിശ്വാസപൂർവ്വം, അല്ലെങ്കിൽ വളരെ സ്നേഹപൂർവ്വം, വളരെയധികം പ്രണയപൂർവ്വം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ക്യാൻ ഫീൽ യുവർ ഡിസയർ ഫോർ മീ. അതായത് നിങ്ങളും ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കും ഈ വ്യക്തിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഒരു ഭാഗമാണ് എന്ന് നിങ്ങളും കരുതുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾക്കിടയിൽ പ്രണയമുണ്ട് ഇപ്പോഴും എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ. ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ ഹോപ്പ് ഐ ഹാവ് നോട്ട് ലോസ്റ്റ് യു. അതായത് ഈ വ്യക്തിയുടെ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്രമാത്രം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയില്ല, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടില്ല. ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വീണ്ടും വരാൻ നിങ്ങൾ ഒരുക്കമാണ്. നിങ്ങളെ വീണ്ടും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, സോ അത്രമാത്രം ഈ വ്യക്തിക്ക് മേ ബി ഡിവൈൻ ഇന്റർഫറൻസ് കൊണ്ടോ, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഇടപെടൽ കൊണ്ടോ ഈ വ്യക്തിക്ക് അത്തരം ചില വളരെ പോസിറ്റീവ് ചിന്തകൾ വരുന്നുണ്ട്. പോസിറ്റീവ് ഹീലിംഗ് ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ ആത്മാർത്ഥമായിരുന്നു, വളരെയധികം ആഗ്രഹിച്ച് വളരെ ട്രൂ ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ പവർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല പോലെ പ്രാർത്ഥിക്കുക. ഈ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ മാറ്റം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. ഈ ഒരു മെസ്സേജ്, ഈ ഒരു റീഡിംഗ്, ഈ ഒരു ഫീലിംഗ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ മാറ്റം നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടും വളരെ വിശ്വാസപൂർവ്വം മാനിഫെസ്റ്റ് ചെയ്യുക. നല്ല പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും വളരെ പവിത്രമാണ്, വളരെ ട്രൂ ആണ്, വളരെ വിശ്വാസപൂർവ്വമാണ് എങ്കിൽ
അത് നടക്കാതെ പോകില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ്, നിങ്ങളുടെ താങ്ക് യു മെസ്സേജസ്, നമ്മൾ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ, ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടിയും അതിന് ഈശ്വരനോട് നന്ദി പറയാൻ മറക്കരുത്. അങ്ങനെ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും പോസിറ്റീവ് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് റിസീവ് ആകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ പോസിറ്റീവ് ചേഞ്ചസിനും, എല്ലാ പോസിറ്റീവ് ബ്ലെസ്സിങ്സിനും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക. ഇത് കരിയർ സംബന്ധമാണെങ്കിലും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും, ഫാമിലിയുടെ കാര്യമാണ് എങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ആണ്, നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, നിങ്ങളുടെ പേഴ്സന്റെ മാറ്റമാണ്, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അതിന് വളരെ താങ്ക്ഫുള്ളി ഈശ്വരനെ ഓർക്കുക. തീർച്ചയായിട്ടും താങ്ക് യു മെസ്സേജസ് എഴുതാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് റീറൈറ്റ് ചെയ്യാം. അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരും. വളരെ പോസിറ്റീവ്ലി ചേഞ്ച് ആയി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രേയേഴ്സ് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അത് റീറൈറ്റ് ചെയ്ത് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.